ചീപ്പ് ഗെയിം, തൊലിക്കട്ടി അപാരം, അനിമോൾക്കെതിരെ നെവിൻ 50 ലക്ഷമാണ് PR-ന് കൊടുത്തതെന്ന് നടി. ബിഗ് ബോസ് സീസൺ 7 ഫിനാലെയോടെ അടുക്കവേ 10ാം ആഴ്ചയിലെ നോമിനേഷനിൽ നെവിൻ, സാബുമോൻ, ലക്ഷ്മി, അനീഷ്, അനിമോൾ, ഷാനവാസ്, അക്ബർ, ബെന്നി എന്നിവരാണ് ഉള്ളത്. ഇതിനിടെ ടാസ്കുകളിൽ ചെയ്യാതെ അനിമോൾ തരംതാണ ഗെയിം കളിക്കുകയാണെന്ന് നെവിൻ ആരോപിച്ചു. ഫിനാലെ എത്താൻ ഇനി 1 മാസം മാത്രം ദൂരം. മുന്നോട്ടുള്ള യാത്രയിൽ ശ്രമകരവും ബുദ്ധിമുട്ടേറിയതുമായ ടിക്കറ്റ് ടു ഫിനാലെ അടക്കമുള്ള കാര്യങ്ങൾ വരാനിരിക്കുന്നുണ്ട്. മണി ബോക്സും വരും. ആരാകും മണി ബോക്സുമായി പോകുമെന്നറിയാൻ വേണ്ടി കാത്തിരിക്കേണ്ടിയിരിക്കുന്നു. 10ാം ആഴ്ചയിലേക്ക് കടന്നതിനു പിന്നാലെ കഴിഞ്ഞ ദിവസം നോമിനേഷൻ വോട്ട് നടന്നിരുന്നു. നെവിൻ, സാബുമോൻ, ലക്ഷ്മി, അനീഷ്, അനിമോൾ, ഷാനവാസ്, അക്ബർ, ബെന്നി എന്നിവരാണ് ഇത്തവണ നോമിനേഷനിൽ വന്നിരിക്കുന്നത്. നോമിനേഷനിൽ അനിമോൾക്കെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ് നെവിൻ. നോമിനേഷന് അനുവിന് വോട്ട് ചെയ്ത നെവിൻ, ഞാൻ എത്ര ടാസ്കുകൾ വിജയിച്ചിട്ടുണ്ട്, അനിമോൾ ഇവിടെ എന്ത് ടാസ്ക്കാണ് ചെയ്തിട്ടുള്ളത്, അനിമോളുടെ പക്കാ ചീപ്പ് ഗെയിം ആണ്, ഒരു ടാസ്കും ചെയ്യാതെ ഇത്രയും ദിവസം എങ്ങനെ ഇവിടെ കടിച്ചു തൂങ്ങി നിൽക്കുന്നു, അതിന് വേണം ഒരു തൊലിക്കട്ടിയെന്നും പറയുന്നു. ആയിക്കോട്ടെ, എനിക്ക് അത്യാവശ്യം നല്ല തൊലിക്കട്ടിയുണ്ട്, തീയിൽ കുറുത്തത് വെയിലത്ത് വാടില്ലെന്നും കേട്ടിട്ടില്ലേ, അതുപോലെയാണ് ഞാനെന്നും അനിമോൾ പറഞ്ഞു. വാടാനായിട്ട് വെയിലത്തോട്ട് ഇറങ്ങിയിട്ട് വേണ്ടേ എന്നായി നെവിൻ. സേഫ് ഗെയിം കളിക്കുകയാണെങ്കിൽ സേഫ് ഗെയിമർ, വാടാനായിട്ട് വെയിലത്തോട്ട് ഇറങ്ങിയിട്ട് വേണ്ടേ എന്നായി നെവിൻ. സേഫ് ഗെയിം കളിക്കുകയാണെങ്കിൽ സേഫ് ഗെയിമർ എന്നെങ്കിലും വിളിക്കാം, എന്നാൽ ഇത് അതുമല്ല, ചില സമയത്ത് മത്സരാർത്ഥിയാണെന്ന് തോന്നുന്നില്ല, നീ വെറും കളിപ്പാവയാണ് എന്നായി നെവിൻ. അപ്പോഴേക്കും ലക്ഷ്മി അത് ഇടപെട്ടു. വെറും കളിപ്പാവയല്ല, ഷാനവാസിൻ്റെ കളിപ്പാവയെന്നാണ് പറയണമെന്ന് ലക്ഷ്മി പറഞ്ഞു. ഇതെല്ലാം കേട്ടുനിന്ന അനിമോൾ, എനിക്ക് PR ഉണ്ടല്ലോ, 50 ലക്ഷം കൊടുത്തു, അലമാര നിറച്ചും കാശാണ് എനിക്ക്, അതുകൊണ്ട് എനിക്ക് എങ്ങനെ വേണമെങ്കിൽ നിൽക്കാമെന്ന് പറഞ്ഞ് നടന്നു നീങ്ങിയതും പ്രേക്ഷകർ ഇന്നലെ കണ്ടു. കഴിഞ്ഞ ദിവസം മോർണിംഗ് ടാസ്കിൽ ബെന്നിയാണ് അനിമോൾ 16 ലക്ഷം രൂപ കൊടുത്തതെന്ന് PR പ്രവർത്തിക്കുന്നുവെന്ന ആരോപണം ഉന്നയിച്ചത്. അപ്പോൾ ഏതായാലും കാത്തിരിക്കാം ആരായിരിക്കും ബിഗ് ബോസ് വിജയ്, ആരായിരിക്കും കപ്പ് കൊണ്ടുപോകുക എന്നത്.